അവന്റെ മടിയിൽ നിന്ന് കുതറിമാറുന്നതിനു മുന്നേ അവൻ രണ്ട് കൈയും കൊണ്ട് അവളുടെ വയറിന്റെ ഇരുവശങ്ങളിൽ ചേർത്തു അവന്റെ നെഞ്ചോട് ചേർത്തിരുന്നു. ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞതു പോകുന്നത് റനക്ക് അനുഭവപ്പെട്ടെങ്കിലും അത് മുഖത്ത് വരുത്താതെ, എന്തിനേറെ അവന്റെ മുഖത്ത് പോലും നോക്കാതെ അവൾ അവനിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. റന റന മുഖത്ത് നോക്കടി പെണ്ണെ. ആദ്യത്തെ അവന്റെ വിളി ചെവിക്കൊള്ളാത്ത രീതിയിൽ റന ഇരുന്നെങ്കിലും കർണപഥത്തിൽ കാറ്റുപോലെ വന്നടിച്ച അവന്റെ രണ്ടാമത്തെ വിളിയിൽ അവൾ കണ്ണുകൾ ഉയർത്തി ഹാനിയെ നോക്കി. റനയുടെ കലങ്ങിയ കണ്ണ് അവനിൽ വിഷമമുണ്ടാക്കി. എന്താടി? അരയിലെ അവന്റെ കൈ ഒന്നുകൂടി മുറുക്കി തന്റെ നെഞ്ചോട് അവളെ ചേർത്തവൻ ചോദിച്ചതും റന പെട്ടെന്ന് കണ്ണ് താഴ്ത്തി. എന്നെ വേണ്ടത്തൊരാൾ എന്റെ ദേഹത്ത് തൊടുന്നത് എനിക്കിഷ്ടമല്ല. അവന്റെ സാമീപ്യം അവളിലെ വാക്കുകളെയും മുറിച്ചു കളഞ്ഞിരുന്നു. പതിയായെന്ന് ഹനാന്റെ കൈകൾ അറിഞ്ഞ് മുഖം ഉയർത്തി നോക്കിയ റനയുടെ അതരത്തെ അടുത്ത നിമിഷം ഹാനി കീഴ്പ്പെടുത്തുകയായിരുന്നു. ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ച് റനയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഹാനിയുടെ ഇരു കൈകളും മുഴുവനായി അവളിൽ വലയം തീർത്തിരുന്നു. പതിയെ തുടങ്ങിയ ചുംബനം അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ റനയും അത് ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. എങ്ങനെയുണ്ട്? പനിയൊക്കെ മാറിയോ? വന്നിട്ട് കുറച്ചായെങ്കിലും അച്ചുവിന്റെ മുഖം കൊടുക്കാതെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ശിവയോട് അവൻ ചോദിച്ചതും വെള്ളം തരിപ്പിൽ കയറിയതുപോലെ അവൾ ചുമക്കാൻ തുടങ്ങി. പനിയായിരുന്നതല്ലേ, ചുമ കാണും, വെള്ളം കുടിക്കേ, ആക്കിയമൊട്ടിൽ അച്ചു പറഞ്ഞതും ശിവ അവനെ നോക്കി തലകുലുക്കി വെള്ളം കുടിച്ചു. കുടിക്കുന്നതിനിടെ അച്ചുവിനെ നോക്കിയതും അവൻ ചുണ്ടുകൊണ്ട് ഉമ്മ കൊടുക്കുന്ന പോലെ കാണിച്ചു. ഇപ്രാവശ്യം ശരിക്കും അവളുടെ തരിപ്പിൽ വെള്ളം കയറി. ചുമച്ചവസാനം കണ്ണിൽ കൂടിയൊക്കെ വെള്ളം വന്നു. അവൾക്ക് ടിഷ്യൂ കൊടുത്തതും അതിനെ തട്ടി മാറ്റി. വേണ്ടെങ്കി വേണ്ട എന്ന പോലെ അവനും പോയി ചേരിലിരുന്നു. ഇതെന്താ? തനിക്ക് നേരെ നീട്ടിപ്പിടിച്ച കവറിനെയും അച്ചുവിനെയും നോക്കി ശിവ ഒരു സംശയത്തോടെ ചോദിച്ചു. വാങ്ങി നോക്ക്, അവൻ പറഞ്ഞതും അവൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ വാങ്ങി നോക്കി. വൈറ്റിൽ ബ്ലാക്ക് ബോർഡറുള്ള സാരിയും ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കോംബോയിലുള്ള ബ്ലൗസും കാണെ അവളുടെ കണ്ണുകൾ വിടർന്നു. നാളത്തെ പാർട്ടിക്ക് ഇതിട്ടാ മതി. അത് നോക്കുന്നതിനിടെയുള്ള അച്ചുവിന്റെ ആജ്ഞയിൽ അവളുടെ വിടർന്ന കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി. ഏത് പാർട്ടി? ദക്ഷിയുടെ ചോദ്യത്തിന് ബദ്രി മഹിയെ നോക്കി. മാഡത്തിനോട് രാവിലെ പറഞ്ഞില്ലേ ഒരു കോൺട്രാക്ടിന്റെ കാര്യം? മൾട്ടിനാഷണൽ കമ്പനിയായ ഒലിവിയ കൺസ്ട്രക്ഷൻ നൽകുന്ന ഒരു കോൺട്രാക്ട്. ഇപ്പൊ നിലവിലുള്ള മറ്റു കമ്പനീസിൽ നിന്ന് അവർ കുറച്ചുപേരെ സെലക്ട് ചെയ്യും. അതിൽ നമ്മുടെ കമ്പനിയും ഉണ്ട്. ഐ ഹാവ് വേർഡ് അബൌട്ട് ഇറ്റ്. അങ്ങനെ സെലക്ടഡ് ആയിട്ടുള്ള ടോപ്പ് 5 കമ്പനിയിൽ നിന്നല്ലേ ബെസ്റ്റ് എന്റർപ്രന്യൂർ അവാർഡ് നൽകുന്നത്? യെസ് മാഡം. ദക്ഷ പറഞ്ഞതും മഹി അതിനെ അനുകൂലിക്കും വിധം മറുപടി കൊടുത്തു. വാവ്, ദാറ്റ്സ് അമേസിംഗ്. ദെൻ വാട്ട് അബൌട്ട് അവർ പാർട്ടി? നമ്മുടെ പാർട്ടി മാത്രമല്ല മാഡം, സെലക്ട് ചെയ്യപ്പെട്ട 5 കമ്പനിയും നാളത്തെ പാർട്ടിക്കുണ്ടാവും വിത്ത് ദെയർ ഓൾ സ്റ്റാഫ്. ഇതെല്ലാം മഹി പറയുന്നുണ്ടെങ്കിലും ബദ്രിയുടെ മുഖത്ത് കാണുന്ന സന്തോഷമില്ലായ്മയും പരവേശവും എന്തിനു വേണ്ടിയാണെന്ന് ദക്ഷയ്ക്ക് മനസ്സിലായില്ല. എന്റെ റന, ഒന്ന് മതിയാക്കടി. ഇതിനു മാത്രം ഒരുങ്ങാൻ ഇന്ന് നിന്റെ കല്യാണമൊന്നും അല്ല. അസൂയക്കും കുശുമ്പിനും മരുന്നില്ലെന്ന് കാരണവന്മാർ പറയുന്നത് എത്ര ശരിയാലേ? അല്ലി പറഞ്ഞു നിർത്തിയതും ഒരു ചിരിയോടെ റനയുടെ ചോദ്യം കേട്ട് അല്ലി പല്ലു കടിച്ചു. അത് മൈൻഡാക്കാതെ വീണ്ടും അവിടെ കണ്ട എന്തൊക്കെയോ വാരി മുഖത്ത് തേക്കുന്ന തിരക്കിലാണവൾ. അയ്യടി, അസൂയപ്പെടാൻ പറ്റിയ ചുളുക്ക്. പാടത്തുള്ള കോലം ഇതിനേക്കാൾ ഭംഗിയുണ്ടാവും. എടി, കണ്ട വിലപിടിപ്പുള്ള മേക്കപ്പ് ഒക്കെ ഇടുന്നതിനേക്കാൾ നിന്റെ ആ കൊന്തറപ്പല്ലുകൊണ്ടുള്ള ചിരിമതി ഭംഗി കൂട്ടാൻ. ആ പറഞ്ഞത് റനക്ക് സുഖിച്ചു എന്നുള്ളത് ഓളുടെ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒന്ന് പോവിടുന്ന്, അല്ലിയുടെ കവളിൽ ഒന്ന് കുത്തി. അതും പറഞ്ഞ് റന ഇല്ലാത്ത നാണം മുഖത്ത് വരുത്തി പുറത്തേക്കിറങ്ങി ശിവയുടെ റൂമിലേക്ക് നോട്ടം തെറ്റിച്ചു. അച്ചു സാറ് റെഡിയാവാൻ പറഞ്ഞപ്പോ കേറിയ പിന്നെ ഇതുവരെ അവളെ പുറത്ത് കണ്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് റന അവളെ വിളിക്കാൻ തുനിഞ്ഞതും ഫോണിൽ ഹാനിയുടെ കോള് വന്നു കണ്ട് ഒരു ചിരിയോടെ ഫോൺ ചെവിയോടടുപ്പിച്ചു. കവളുകൾ ചുമന്നു തുടുക്കാൻ അധിക നേരം വേണ്ടി വന്നില്ല. ശിവ. ഹൃതിയിൽ താഴേക്കിറങ്ങുന്നവൾ പെട്ടെന്ന് പിന്നിൽ ദക്ഷയുടെ വിളി പിടിച്ചു നിർത്തി. കണ്ണുകൾ മുറുക്കിയടച്ചു. ഒന്ന് ശ്വാസം വലിച്ചുവിട്ട് മൈൻഡ് ഫ്രീ ആക്കി ദക്ഷയ്ക്ക് നേരെ തിരിഞ്ഞ് ഒരു പുഞ്ചിരി സമ്മാനിച്ചു. നെക്ക് ഫുൾ കവർ ചെയ്യുന്ന തരത്തിൽ ഫുൾ സ്ലീവ് ബ്ലാക്ക് ടോപ്പും ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ലോങ് സ്കേർട്ടിലും ദക്ഷയ്ക്ക് വല്ലാത്ത സൗന്ദര്യം തോന്നിച്ചു. ഒരു ചിരിയോടെ തനിക്ക് മുന്നിൽ വന്നു നിൽക്കുന്ന ദക്ഷയെ കാണെ എന്തുകൊണ്ടോ അവളുടെ മനസ്സിൽ ബദ്രിയുടെ മുഖം കടന്നു വന്നു. അതിന്റെ ബലമെന്നോണം മുഖം വാടിയത് ദക്ഷയും ശ്രദ്ധിച്ചിരുന്നു. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. തനിക്ക് ഈ സാരി നന്നായി ചേരുന്നുണ്ട്. താങ്ക് യു. ദക്ഷ പറഞ്ഞതിനൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തവൾ മിഴികൾ തറയിലൂന്നി. അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ എന്തോ ഒന്നവളെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുന്നതായിട്ട് ദക്ഷയ്ക്ക് തോന്നി. അതെന്താണെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും പറഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി ഒന്നും മിണ്ടിയില്ല. ശിവ. അല്ല, ചോദിക്കാൻ വിട്ടു. എവിടോട്ടാ താൻ?
ഇന്ന് താൻ ഓഫീസിൽ പോകണ്ടേ? സാധാരണ സാരി അങ്ങനെ ഉടുക്കാറില്ലല്ലോ. അതാ. സംശയത്തോടെ തന്നെ ഉറ്റുനോക്കുന്ന ശിവയോട് ഒരു ചിരിയോടെ ദക്ഷ പറഞ്ഞു നിർത്തി. അല്ല, ഇന്നൊരു പാർട്ടി ഉണ്ട്. എവിടെ വെച്ച്? ബ്ലൂ ഡയമണ്ട്. റിയലി? അപ്പോ നിങ്ങളുടെ കമ്പനിയും ഇന്ന് വരുന്നുണ്ടോ? കണ്ണുവിടർത്തിയുള്ള ദക്ഷയുടെ ചോദ്യത്തിന് ശിവ ഒന്ന് തലകുലുക്കി. അപ്പോഴാണ് ദക്ഷയ്ക്ക് ഇന്നലെ എന്തുകൊണ്ട് ബദ്രി ഇത്രയും ടെൻഷൻ അടിച്ചതെന്ന് മനസ്സിലായത്. ശിവ ഇന്നലെ തന്നെ അറിഞ്ഞിരുന്നു ബദ്രി ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് അവൾക്ക് പോകാനൊട്ടും താല്പര്യമില്ലായിരുന്നു. പോയില്ലെങ്കിൽ അച്ചു വന്ന് കൊണ്ടുപോകും എന്നുറപ്പുള്ളതുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇറങ്ങിയെന്ന് മാത്രം. വീണ്ടും എന്തോ ചോദിക്കാൻ വന്നതും പുറത്ത് മഹിയുടെ വണ്ടിയുടെ ഹോൺ ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു. എന്തായാലും നമ്മളൊരു സ്ഥലത്തേക്കല്ലേ, താൻ വാ, ഒരുമിച്ച് പോകാം. മഹി വന്നിട്ടുണ്ട്. ഏയ് വേണ്ട. പെട്ടെന്നത് പറഞ്ഞൊപ്പിച്ച് ശിവ പുറത്തേക്ക് നടന്നു. റന അവളെ വിളിക്കാതെ ഹാനി വന്നപ്പോ അവനോടൊപ്പം പോയിരുന്നു. ശിവ തന്നെയായിരുന്നു പറഞ്ഞു വിട്ടതും. ഇപ്പൊ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് കയറണമല്ലോ എന്നാലോചിച്ച് അവൾക്ക് നല്ല ടെൻഷൻ തോന്നി. എന്നാലും ദക്ഷയുടെ ഒപ്പം പോകാൻ മനസ്സ് വന്നില്ല. അച്ചു വണ്ടി അയക്കും എന്ന മെസ്സേജ് അയച്ചത് അവൾ ഒന്നുകൂടി എടുത്തു നോക്കി പുറത്തെ ഗേറ്റിന്റെ നേരെ നോട്ടമിട്ടു. വണ്ടിയിൽ നിന്നിറങ്ങിയ മഹി ദക്ഷയെ കഴുത്തിൽ കൈയിട്ട് കൊല്ലുന്ന പോലെ ആക്ഷൻ കാണിക്കുന്നതും ചുണ്ടു ചുളുക്കി നിന്ന ദക്ഷയെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കുന്നതും പിടിച്ച് വണ്ടിയിൽ കയറ്റുന്നതും ഒക്കെ കുറച്ച് മാറി നിന്ന് ശിവ കാണുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റാഫ് ബോസ് റിലേഷനിൽ നിന്നും വേറിട്ടൊരു ബന്ധം അവർക്കിടയിൽ ഉള്ളതുപോലെ തോന്നി അവൾക്ക്. മനസ്സ് പലവഴി ചിന്തിച്ചു നിന്ന അവളെ ചിന്തയിൽ നിന്നുണർത്തിയത് അവൾക്കായി വന്ന വണ്ടിയുടെ ഉച്ചത്തിലുള്ള ഹോണടിയായിരുന്നു. ഒന്ന് നിശ്വസിച്ച് അവൾ വണ്ടി ലക്ഷ്യം വെച്ച് മുന്നോട്ട് നടന്നു. സന്ധ്യയോടടുത്ത സമയത്താണ് പാർട്ടി ഒരുക്കിയിരുന്നത്. വലിയൊരു ഗേറ്റ് കടന്ന് കാറ് മുന്നോട്ട് പോയതും അതുവരെയും ചെറിയ തോതിൽ മിടിച്ചിരുന്ന അവളുടെ ഹൃദയം പെരുമ്പറ മുട്ടാൻ തുടങ്ങി. എന്തോ തന്റെ ജീവിതം ഇവിടം തുടങ്ങി മാറാൻ പോകുന്നെന്നാരോ പറയുന്ന പോലെ. ഇരുവശവും തോരണങ്ങൾ തൂങ്ങിയാടുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ചുറ്റുമുള്ളതൊന്നും ആസ്വദിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മാഡം ഇറങ്ങുന്നില്ലേ? ഡ്രൈവർ വണ്ടി നിർത്തി കുറച്ചായെന്ന് അപ്പോഴാണ് ശിവ അറിഞ്ഞത്. അയാൾക്കൊന്ന് പുഞ്ചിരിച്ച് ഡോർ തുറന്നു പുറത്തേക്കിറങ്ങി. ആദ്യം തന്നെ അവളുടെ മിഴികൾ ഉടക്കിയത് തന്നെ ആനയിക്കാനെന്നോണം റെഡ് റോസ് ബൊക്കേറ്റും പിടിച്ചു നിൽക്കുന്ന ഹാനിയെയും റനയെയും ആണ്. ഇപ്പോൾ തന്നെ കമ്പനിയിലുള്ളവർ രണ്ട് സൈഡിലും നിൽപ്പുണ്ട്. ഇതിന് മാത്രം താൻ സെലിബ്രിറ്റി ആണോ എന്ന് പോലും അവൾ ഒരു നിമിഷം ചിന്തിച്ചു. എന്റെ കൊച്ചെ, ഇതെന്നാ മുടിഞ്ഞ ഗ്ലാമറാ. മിക്കവാറും എന്റെ കണ്ണാവും ആദ്യം വീഴാ നിനക്ക്. പറഞ്ഞ് റന ശിവയെ ചേർത്ത് പിടിച്ചു. ഹാന അവളുടെ കയ്യിൽ ബൊക്റ്റ് കൊടുത്തു മുന്നിലേക്ക് നടന്നു. എന്താടി നിനക്കൊരു സന്തോഷമില്ലാത്ത പോലെ? മുന്നിലേക്ക് നടക്കുന്നതിന്റെ ഇടയ്ക്ക് റന ചോദിച്ചതും ശിവ അവളെയും കൊണ്ട് മാറി നിന്നു. എടി എന്താ ഇതൊക്കെ? ഇതൊക്കെ വെറും സ്റ്റാഫായ എന്നെ എന്തിനാ ഇങ്ങനെ ആനയിച്ച്? ഞാനെന്താ വല്ല ഫിലിം സ്റ്റാറുമാണോ? അമ്മാതിരി നോട്ടമായിരുന്നല്ലോ അവരൊക്കെ. അതുമല്ല ഞാൻ ഒന്ന് നിർത്തന്റെ പെണ്ണെ, നീ ചിന്തിച്ച് കാട് കയറണ്ട. നിനക്ക് എന്തിനാ ഇത്രയും ബിൽഡപ്പ് എന്നല്ലേ ശങ്കർ സാറ് പറഞ്ഞിട്ടാ നീ വന്നേ പിന്നെ ആ കമ്പനി ഈ നിലയിൽ എത്തിയതെന്ന് പറഞ്ഞു. ബോസാ എല്ലാരോടും നിനക്കൊരു ഗംഭീര സ്വീകരണം തരണമെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ എല്ലാ കമ്പനിയും ഉള്ളതുകൊണ്ട് ഇത്രയിലും ഒതുക്കിയതാ നിനക്കായിട്ട്. വേറൊരു പാർട്ടി മിക്കവാറും നാളെ അറേഞ്ച് ചെയ്യുമെന്ന ഹാനിക്ക പറഞ്ഞത്. എന്തായാലും നിന്റെ തലവര തെളിഞ്ഞു മോളെ. ഇന്നിവിടെ നിന്ന് പോകുന്നതിന് മുന്നേ എല്ലാത്തിലും ഒരു തീരുമാനമാവുന്ന ലക്ഷണമുണ്ട്. ആദ്യമൊക്കെ കാര്യം പോലെയും അവസാനം എന്തോ ഒരു ഉൾക്കുത്തോടെ റന പറഞ്ഞതും ശിവ അവളെ സംശയത്തിൽ നോക്കി. അപ്പൊ തന്നെ അവളൊന്ന് ഇളിച്ചു കൊടുത്ത് ഇപ്പൊ വരാം എന്നും പറഞ്ഞ് അവിടുന്ന് വലിഞ്ഞു. എന്തൊക്കെയോ അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയതും കണ്ണുകൾ മുറുക്കിയടച്ച് തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ കണ്ണുകൾ തനിയെ വിടർന്നു. തനിക്ക് മുന്നിലായി കണ്ണുവിടർത്തി നിൽക്കുന്നവളെ കാണാൻ അച്ചുവിന്റെ ഹൃദയം അതിവേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. താൻ തെരഞ്ഞെടുത്ത സാരിയിൽ അതീവ സുന്ദരിയായി അവന് തോന്നി. അധികം ചമയങ്ങൾ ഒന്നും തന്നെയില്ല. എങ്കിലും ചുറ്റും കൂടി നിന്നവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി തോന്നി അച്ചുവിന്. അവളുടെ അടുത്തേക്ക് നടന്നെടുക്കുന്നതിനനുസരിച്ച് അവളിൽ ഉണ്ടാകുന്ന കുഞ്ഞുഭാവങ്ങൾ പോലും അവന് വ്യക്തമായി കാണാൻ പറ്റി. കൺമശി കൊണ്ട് കറുപ്പിച്ച കണ്ണുകൾ പരവേശത്തോടെ ചുറ്റും പരതി. അച്ചു അടുത്തെത്തുന്നതിന് മുന്നേ ശിവ സൈഡിൽ കൂടി ഒഴിഞ്ഞു മാറി. അത് കാണെ അവനിലെ ചൊടികൾ വല്ലാതെ വിടർന്നു. അച്ചുവിന്റെ നോട്ടം താങ്ങാൻ വയ്യാതെയാണ് ശിവ അവിടെ നിന്നും ഒഴിഞ്ഞു മാറിയത്. അവന്റെ അടുത്ത് നിന്നും രക്ഷപ്പെട്ട സമാധാനത്തിൽ മുന്നിലേക്ക് നോക്കി ശങ്കറിനോട് സംസാരിച്ചു നിൽക്കുന്ന ആനന്ദിനെ കണ്ട് അവളിൽ ആശ്വാസം നിറഞ്ഞു. അച്ഛനും വന്നോ എന്ന് ചോദിച്ച് അവൾ അടുത്ത് നോക്കിയത് വല്ലാത്തൊരു ഭാവത്തോടെ തന്നെ നോക്കുന്ന ബദ്രിയെയാണ്. അല്ല നീ എന്താ ഇവിടെ? അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളേ. ഞാൻ എന്തിനാ ഇവിടെ? ശിവ ചോദിച്ചത് തന്നെ അല്ലെ തിരിച്ചു ചോദിക്കുന്ന കേട്ട് അവളൊന്ന് തുറച്ചു നോക്കി. നീ നോക്കി പേടിപ്പിക്കണ്ട, വേഗം വരാൻ പറഞ്ഞ് എന്തിനാ മെയിലയച്ചേ? ഞാനോ? ശിവ ഞെട്ടി. അത് ചോദിച്ചതും അങ്ങോട്ടേക്ക് അച്ചു വന്നതും ഒരുമിച്ചായിരുന്നു. അച്ചു ഒന്ന് പുഞ്ചിരിച്ചതും അല്ലിയും ഒരു ചിരി സമ്മാനിച്ചു. റന പറഞ്ഞു ഒരുപാട് അച്ചുവിനെ പറ്റി അല്ലിക്ക് അറിയാമായിരുന്നു.
അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യം വരാതെ അവൾ അവനെ മനസ്സിലാക്കി. അതൊന്ന് ഉറപ്പിക്കാനെന്ന പോലെ അച്ചുവിന്റെ ശിവയുടെ മേലുള്ള നോട്ടവും. നീ എന്താ ഇവിടെയെന്ന് അച്ചുവിനെ തന്നെ വായു നോക്കി നിന്ന അല്ലിയുടെ കയ്യിലൊന്ന് നുള്ളി ശിവ ചോദിച്ചു. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അല്ലി എന്തോ പറയാൻ തുടങ്ങിയതും സ്റ്റേജിൽ നിന്നും ആങ്കറിന്റെ ശബ്ദം അവിടെയാകെ നിറഞ്ഞു. വലിയ ഹാളിലെ ഒത്ത നടുവിലായി തറയിൽ നിന്ന് അല്പം ഉയർത്തി റൗണ്ട് ഷേപ്പിൽ കുഞ്ഞു സ്റ്റേജ് പോലെ അലങ്കരിച്ചിട്ടുണ്ട്. അവിടെയായി പ്രകാശം കുറഞ്ഞ ഡിം ലൈറ്റ് ഉണ്ട്. പാർട്ടി തുടങ്ങാൻ സമയമായി എന്നറിയിച്ചുകൊണ്ട് അവിടമാകെ പ്രത്യേകതരം പ്രകാശം കൊണ്ട് നിറഞ്ഞു. അല്ലിയുടെ ശ്രദ്ധ സ്റ്റേജിലാണെന്ന് കണ്ട് അച്ചു ശിവയുടെ അടുക്കലേക്ക് നീങ്ങി പതിയെ കുനിഞ്ഞ് അവളുടെ ചെവിയിലായി എന്തോ ഒന്ന് പറഞ്ഞു. അവന്റെ ശ്വാസം അവളിൽ പ്രത്യേകതരം കുളിരേകിയതും കൂടെ തന്നെ അവന് പറഞ്ഞത് കേട്ട് ശിവ അവനെ മീഴ്ച്ചു നോക്കി. താൻ കേട്ടത് തന്നെയാണോ അവൻ പറഞ്ഞതെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. അവളുടെ നോട്ടത്തിന് തിരിച്ചൊരു കള്ളച്ചിരി പാസാക്കി അവൻ ആനന്ദിന്റെ അടുത്തേക്ക് പോയി. നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നതിന്റെ പ്രത്യേക ഉദ്ദേശം ആരോടും പറഞ്ഞു തരേണ്ടതില്ലെന്ന് വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഇന്നിവിടെ ഇങ്ങനെയൊരു പാർട്ടി നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുക്കിയ ഒലിവിയ കമ്പനിക്കും CEO മിസ്റ്റർ ആതിഫ് റഹ്മാൻ സാറിനും ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് ആൻഡ് വെൽക്കം സർ. താഴെ മുൻനിരയിലായി ഇരിക്കുന്ന അയാളോട് ആങ്കർ പറഞ്ഞതും ചിരിയോടെ സ്റ്റേജിലേക്ക് കയറി കയ്യടി കൊണ്ട് അവിടെ ആകെ മുഴങ്ങിയപ്പോഴും ശിവയുടെ മനസ്സ് പല വഴിക്ക് സഞ്ചരിച്ചു. നീ ഇവിടെ നിൽക്കുവാണോ? വന്ന് എത്ര നേരമായി നോക്കുക നിന്നെ. വേഗം വന്ന് പെണ്ണെ. പെട്ടെന്ന് റന വന്ന് അവളെ വിളിച്ചതും ശിവ ഞെട്ടി. വലിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നതും സ്റ്റേജിൽ നിൽക്കുന്ന മറ്റു 4 കമ്പനിയിലുള്ള ആളുകളെയും താഴെ തനിക്കായി കാത്തു നിൽക്കുന്ന അച്ചുവിനെയും കണ്ട് അവൾ തലയൊന്ന് കുടഞ്ഞു. ഇവിടെ പറഞ്ഞതൊന്നും അവൾ ശ്രദ്ധിക്കാതെ നിന്നതോർത്ത് തലക്കൊരു തട്ടുകൊടുത്ത് അവൾ ഹാനിക്കടുത്തായി നിന്നു. തന്റെ അടുത്ത് മനഃപൂർവ്വം അവൾ നിൽക്കാത്തതാണെന്ന് അച്ചുവിന് മനസ്സിലായിരുന്നു. അവനൊരു ചിരിയാലെ അവളെ നോക്കി നിന്നു. അപ്പോഴും അവളുടെ മനസ്സിൽ അവൻ കുറച്ചു മുന്നേ തന്നെ വിളിച്ച പേരായിരുന്നു. അച്ഛനും അമ്മയും മാത്രം അവളെ വിളിക്കുന്ന പേര് ചിത്തു.